നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ രാജീവ് മേനോര്. വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് ആലപ്പുഴ ജില്ലയിലെ സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ടൊരു കേസ്. ഈ ഒരു കേസ് ഇന്ന് മീഡിയ അത് കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, ഇത്രയും നാൾ 40-45 വർഷത്തോളം ഈ ഒളിവിൽ കഴിഞ്ഞ വ്യക്തി സുകുമാരക്കുറുപ്പായിട്ട് ബന്ധപ്പെട്ട കേസ് എന്താണെന്ന് മലയാളി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. മലയാളികൾക്കും കേരളത്തിനകത്തും പുറത്തുള്ള എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോവുകയും ഇന്ത്യക്ക് വെളിയിൽ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ് കേസ് എഴുതിത്തള്ളാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയൊരു അറിവ് വരികയാണ്. ഇദ്ദേഹം ബ്രൂണയിലുണ്ട് എന്നുള്ള ഒരു അറിവ് വരികയാണ്. ഇത് ബ്രൂണയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള അറിവ് വരുമ്പോൾ തീർച്ചയായും ഈ മീഡിയ അത് പരത്തുമല്ല വേണ്ടത്. പോലീസും ഇതെല്ലാം രഹസ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇത്തരം 45 വർഷം ഒളിവിൽ കഴിയാൻ ശേഷിയുള്ള ഒരു ബുദ്ധിമാനായ ഒരു കുറ്റവാളിക്ക് തീർച്ചയായും ഇനിയും ബ്രൂണയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ബ്രൂണയിലെ വേറൊരു പെട്ടെന്നൊരു പോലീസോ മറ്റൊരാളോ എത്തപ്പെടാൻ പറ്റാത്ത വേറൊരു സ്ഥലത്തേക്ക് ചേക്കേറാനോ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. പുള്ളി അത് ചെയ്യും, 100% ചെയ്യും. അപ്പം തീർച്ചയായും ഇത്തരം ന്യൂസുകൾ പരത്താതിരിക്കുക. കാര്യം ഇത്രയും ഒരു ക്രൈം ചെയ്ത ആൾ എവിടെ പോയെന്ന് പറഞ്ഞാലും പുള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ വാർത്തയാകുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായും ഒരു പ്രമുഖ ചാനലുകളെല്ലാം തന്നെ അദ്ദേഹം ഒരു ദിവസം മിനിമം ഒരു 2 നേരമെങ്കിലും ശ്രദ്ധിക്കും. 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് പരക്കുമ്പോൾ പുള്ളി അലേർട്ടാവും. ഈ അലേർട്ടാകുമ്പോൾ പള്ളിയിലേക്ക് എത്തപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വാർത്തകൾ, ഇത്തരം ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മീഡിയയ്ക്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മീഡിയ പരത്താതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പം ഈ ഇന്ത്യക്ക് വെളിയിലായതുകൊണ്ട് ഇൻ്റർപോളിൻ്റെ സഹായത്തോടുകൂടി ഇനിയിപ്പോൾ പുള്ളിയിലേക്ക് എത്തപ്പെടാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം പുള്ളിയിലേക്ക് എത്തപ്പെട്ടതിന് ശേഷം പുള്ളി തന്നെയാണോ സ്ഥിരീകരിക്കുക, DNA ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് നിയമപരമായിട്ട് പുള്ളി തന്നെയാണ് എന്നൊരു സ്ഥിരീകരണം വന്നതിന് ശേഷം വേണമായിരുന്നു മീഡിയയ്ക്ക് ഈ ഒരു ന്യൂസ് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും മീഡിയ കുറച്ച് ജാഗ്രത പുലർത്തുക. കാര്യം ഇത്രയും പിടികിട്ടാപ്പുള്ളിയെ ഉള്ള ഒരു വ്യക്തിയെ പിടിക്കണമെന്നുണ്ടെങ്കിൽ മീഡിയ ഈ വാർത്ത പരത്താതിരിക്കുക. പുള്ളി തീർച്ചയായും ഇനി ബ്രൂണയിലുണ്ടോ എന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ടെങ്കിലും ബ്രൂണയിൽ നിന്നും വേറെ സ്ഥലത്തേക്ക് തീർച്ചയായും പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നില്ല സുകുമാരക്കുറുപ്പിനെ വീണ്ടും ഇത്രയും പെട്ടെന്ന് പിടിക്കപ്പെടാൻ കഴിയുമെന്നുള്ളത്. കാര്യം പുള്ളി തന്നെയാണെന്നുണ്ടെങ്കിൽ പുള്ളിയിലേക്ക് എത്താനുള്ള ദൂരം പിന്നെയും കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീഡിയ എന്തായാലും കുറച്ച് ജാഗ്രത പാലിക്കുക, അതാണ് ചെയ്യേണ്ടത്. തീർച്ചയായും ഇതൊരു അവർക്ക് സെൻസേഷൻ ന്യൂസ് എന്നുള്ള നിലയിൽ ഇതിനെ വെച്ച് അലക്കി സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തി തന്നെയാണ് ബ്രൂണയിലുള്ളതെങ്കിൽ പുള്ളിയിലേക്ക് എത്താനുള്ള ദൂരം പിന്നെയും കൂട്ടുകയാണ് മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മീഡിയയും മറ്റു പോലീസ് സേനകളും എല്ലാം കുറച്ചുകൂടി ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്. തെറ്റ് ചെയ്താൽ എന്തായാലും ശിക്ഷിക്കപ്പെടണം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള മാതൃകാപരമായ ശിക്ഷ പുള്ളി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പുള്ളി അറസ്റ്റ് ചെയ്യുകയും പുള്ളിക്ക് കൊടുക്കുകയും വേണം. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരുപാട് ആൾക്കാർ സംയമനം പാലിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്താൽ മാത്രമേ തീർച്ചയായും ഇത്രയും 40-45 വർഷം ഒളിവിൽ കഴിഞ്ഞ ഒരു വ്യക്തിയെ തീർച്ചയായും പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടി ജാഗ്രത പുലർത്തുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പുള്ളി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പുള്ളിയിലേക്ക് ഈ പറയുന്ന പോലീസിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഇതുകൂട്ടുള്ള സേനകൾക്കൊന്നും തന്നെ പുള്ളിയിലേക്ക് ഇൻ്റർപോളിലോ ഒന്നും തന്നെ പുള്ളിയിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ, എത്തിപ്പെടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുള്ളിയിലേക്കുള്ള അടുക്കാനുള്ള ദൂരം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരും കുറച്ചുകൂടി ജാഗ്രത പാലിക്കുക.